ക്യൂബയ്ക്കെതിരെ സൈനികാക്രമണം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പദ്ധതിയില്ലെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവ. വൈറ്റ് ഹൌസിൽ ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ഉന്നതതല കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വാഷിംഗ്ടൺ ഡിസിയിലെ ബ്രസീലിയൻ എംബസിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബ്രസീലിയൻ പ്രസിഡന്റ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളും ക്യൂബയ്ക്കുമേലുള്ള സമ്മർദ്ദങ്ങളും ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചയിലെ പ്രധാന വിഷയങ്ങളായി. ചർച്ചയിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഏകദേശം 2.5 മണിക്കൂർ നീണ്ട ചർച്ചയുടെ വിശദാംശങ്ങളാണ് ലുല പങ്കുവച്ചിരിക്കുന്നത്. ട്രംപിന്റെ നിലപാടിൽ ലുല ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. വിവർത്തനം ശരിയാണെങ്കിൽ ക്യൂബയെ ആക്രമിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്ന് ട്രംപ് പറഞ്ഞെന്നും വിവർത്തകൻ തനിക്ക് നൽകിയ വിവരം അതാണെന്നും ലുല പറഞ്ഞു. ട്രംപിന്റെ വാക്കുകൾ ഒരു ശുഭസൂചനയാണെന്ന് വിശേഷിപ്പിച്ച ലുല ചർച്ചകൾക്ക് ക്യൂബ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ക്യൂബയ്ക്കുമേൽ പതിറ്റാണ്ടുകളായുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കാനുള്ള പരിഹാരം കണ്ടെത്തണമെന്നും 1959 വിപ്ലവത്തിന് ശേഷം ക്യൂബ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പൂർണ്ണമായി മാറുന്നതിനെ ഈ ഉപരോധങ്ങൾ തടഞ്ഞതായും ലുല അഭിപ്രായപ്പെട്ടു. ജനുവരിയിൽ വെനസ്വേലിയൻ പ്രസിഡന്റിനെ പിടികൂടാൻ അമേരിക്ക നടത്തിയ സൈനിക നടപടിക്ക് ശേഷം ക്യൂബ ട്രംപിന്റെ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്ന് വെനസ്വേലയിൽ നിന്ന് ക്യൂബയിലേക്കുള്ള എണ്ണ കയറ്റുമതി ട്രംപ് ഭരണകൂടം തടഞ്ഞു. ക്യൂബൻ ഗവൺമെന്റിന് ഇന്ധനം നിഷേധിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണ നേതൃത്വത്തിൽ മാറ്റം കൊണ്ടുവരാൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ക്യൂബൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ തീരുമാനത്തിലെത്തണമെന്നാണ് ട്രംപിന്റെ നിർദ്ദേശം. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യം എന്ന പട്ടികയിൽ ക്യൂബയെ നിലനിർത്തിക്കൊണ്ട് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ക്യൂബൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള സംരംഭമായ ഗാസയെയും അതിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റിനെയും പ്രധാനമായും ലക്ഷ്യമിട്ടുള്ള ഉപരോധങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മോവ നിക്കൽ എന്ന ഖനന കമ്പനിക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജൂലൈ 4-നകം യുഎസുമായുള്ള കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് വാഹനങ്ങൾക്ക് കനത്ത നികുതി ഏർപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തു വന്നു. അമേരിക്കയുമായുള്ള 250ാമത്തെ സ്വാതന്ത്ര്യദിനമായ ജൂലൈ 4-നകം വ്യാപാര കരാറിൽ അന്തിമ തീരുമാനമെടുക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ മുന്നറിയിപ്പ് നൽകിയത്. യൂറോപ്യൻ വാഹനങ്ങളുടെ നികുതി നിലവിലെ 15% നിന്ന് 25% ഉയർത്താനാണ് നീക്കം. ട്രംപിന്റെ ഈ പ്രസ്താവനയെ തുടർന്ന് പ്രമുഖ വാഹന നിർമ്മാതാക്കളുടെ ഓഹരികളിൽ ഇടിവുണ്ടായി. 2025 ജൂലൈയിലുണ്ടാക്കിയ കരാർ പ്രകാരം യുഎസ് വ്യവസായ ഉൽപ്പന്നങ്ങളുടെ നികുതി ഒഴിവാക്കാൻ യൂറോപ്യൻ യൂണിയൻ സമ്മതിച്ചിരുന്നു. പകരം ഭൂരിഭാഗം യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക 15% നികുതി പരിധി നിശ്ചയിച്ചു. എന്നാൽ ഈ കരാർ നടപ്പിലാക്കുന്നതിൽ യൂറോപ്യൻ യൂണിയൻ കാലതാമസം വരുത്തുന്നു എന്നാണ് ട്രംപിന്റെ ആരോപണം. യൂറോപ്യൻ പാർലമെന്റും അംഗരാജ്യങ്ങളും കരാറിലെ ഭേദഗതിയെക്കുറിച്ച് ചർച്ചകൾ തുടരുകയാണെന്നും വരും ആഴ്ചകളിൽ ഇതിൽ കൂടുതൽ വ്യക്തത വരുമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ തീരദേശ ജലാശയത്തിൽ നിന്ന് ഹോർമൂസ് കടലിടുക്കിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഒരു ഇറാനിയൻ എണ്ണ ടാങ്കറിനെയും എമിറാത്തി തുറമുഖമായ ഫുജേറയ്ക്ക് സമീപം ഹോർമൂസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്ന മറ്റൊരു കപ്പലിനെയും യുഎസ് ലക്ഷ്യമിട്ടതായി ഇറാന്റെ ഖതം അൽ അൻബിയ സെൻട്രൽ ആസ്ഥാനത്തിന്റെ വക്താവ് സ്റ്റേറ്റ് മീഡിയ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു. ബന്ദർ ഖാമിർ, സിറിക്ക്, ഖേഷം ദ്വീപ് എന്നീ തീരങ്ങളിലെ സിവിലിയൻ പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്നും ഇറാൻ അധികൃതർ വ്യക്തമാക്കി. യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നും വെടിനിർത്തൽ നിലനിൽക്കുന്നുവെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവർത്തിക്കുന്നതിനിടെയാണ് മേഖലയിൽ വീണ്ടും സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിലവിലെ ധാരണയെക്കുറിച്ച് വ്യാഴാഴ്ച മുതൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ മോചിപ്പിക്കപ്പെടുന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇറാനുമായുള്ള ചർച്ചകൾ വളരെ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നതെന്നും യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. സമ്പൂർണ്ണവും അന്തിമവുമായ കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നും ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് പിടിച്ചെടുക്കാനുള്ള യുഎസിന്റെ സൈനിക ദൌത്യമായിരുന്ന പ്രൊജക്ട് ഫ്രീഡം യുഎസ് നിർത്തിവെച്ചതോടെയാണ് ഒരിക്കൽ കൂടി അനൗപചാരിക ചർച്ചകൾക്ക് വഴി തുറന്നത്. യുഎസ് മുന്നോട്ട് വെച്ച 14 ഇന ധാരണാപത്രം ഇറാൻ പരിശോധിച്ചു വരികയാണെന്നാണ് വിവരം. ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ ഇറാൻ നിർത്തിവെക്കുകയാണെങ്കിൽ ഉപരോധങ്ങളിൽ ഇളവ് നൽകാനും മരവിപ്പിച്ച ശതകോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ഫണ്ടുകൾ വിട്ടുകൊടുക്കാനും അമേരിക്ക തയ്യാറായേക്കും. അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പാക് വിദേശകാര്യമന്ത്രിയുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തി. പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് പാകിസ്ഥാനും പ്രത്യാശ പ്രകടിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയും ഫ്രാൻസുമെല്ലാം ഇറാൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ആഴ്ച തന്നെ ഇറാന്റെയും യുഎസിന്റെയും പ്രതിനിധികളുമായി നേരിട്ടുള്ള ചർച്ചയുണ്ടാകുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.